നമ്മുടെ ഗീതാ ഗോവിന്ദം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ അവർണിക ആ ഒരു അപകടത്തിൽപ്പെട്ട് കിടത്തി കുഞ്ഞിനെ നഷ്ടപ്പെട്ട് കിടക്കുകയാണല്ലോ. അപ്പൊ നമ്മുടെ അവർണിക അച്ഛനോടെല്ലാം തുറന്നു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അവർണികയെ കാണാൻ വരുമ്പോൾ നമ്മുടെ ഗോവിന്ദും ഗീതവും ഒക്കെ സത്യാവസ്ഥകളൊക്കെ തുറന്നു പറയുന്നുണ്ട് കേട്ടോ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ അറയ്ക്കല് നമ്മുടെ എന്താ പറയാ നമ്മുടെ പ്രേമോളുടെ കൊച്ച് മാധവൻ ഭയങ്കര കരച്ചിലോട് കരച്ചിലാണ്. അപ്പൊ നമ്മുടെ ഗീതു അവിടെ ഇല്ലല്ലോ. അപ്പൊ നമ്മുടെ രേഖ വിളിച്ച് വേഗം പറയുന്നുണ്ട് നമ്മുടെ ഗീതുവിനടുത്ത്, ഗീതു വേഗം ഇങ്ങോട്ട് വാ, ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ പോയി നിന്നോളാം. ഗീതു ഇപ്പൊ ഇവിടെ വാ, കൊച്ച് ഭയങ്കര കരച്ചിലാണ്, കൊച്ചിനെ ഒന്ന് പാല് കൊടുക്കണമെങ്കിൽ പോലും നീ ഇവിടെ വേണം, കൊച്ചെ നീ ഇല്ലാതെ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഗീതു തിരികെ വരുന്നുണ്ട് കേട്ടോ. ആ തിരികെ വരുന്നതിനുള്ളിൽ നമ്മുടെ വിജയലക്ഷ്മി നമ്മുടെ അറയ്ക്കലേക്ക് വരുന്നുണ്ട്. അപ്പൊ വിജയലക്ഷ്മി ആണെങ്കിൽ നമ്മുടെ പ്രിയയും കുഞ്ഞിനെയും കണ്ട് കുഞ്ഞിന് കുറെ ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാട്ടോ വരുന്നത്. അപ്പൊ നമ്മുടെ രാധികാമ്മ വിജയലക്ഷ്മി കാണുമ്പോൾ തന്നെ വീടിന് പടിക്കലോട്ട് കയറ്റുന്നില്ല, നീ ഇങ്ങോട്ട് കയറില്ല എന്നൊക്കെ പറഞ്ഞ് തറപ്പിച്ച് ഇങ്ങനെ ഭയങ്കര ശൗര്യത്തിൽ തന്നെയാണ്. അപ്പൊ നമ്മുടെ വിജയലക്ഷ്മി നമ്മുടെ രാധികയും കൂടി ഇങ്ങനെ തർക്കിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ ഗീതു വരുന്നത്. അപ്പൊ ഗീതു പറയുന്നുണ്ട്, വിജയലക്ഷ്മി അമ്മ എന്താ ഉള്ളിൽ കയറി കൊച്ചിനൊന്നും കാണാത്ത എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വിജയലക്ഷ്മി പറയുന്നുണ്ട് രാധിക സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ രാധികാമ്മ എന്താ പറയാ ഗീതു എന്തൊക്കെയോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ലാസ്റ്റ് നമ്മുടെ വിജയലക്ഷ്മിയെ കൊച്ചിനെ കാണിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മുടെ വിജയലക്ഷ്മി കുറെ ദിവസങ്ങൾക്ക് ശേഷമാണല്ലേ നമ്മുടെ ഗീതാ ഗോവിന്ദത്തിലേക്ക് തിരികെ വരുന്നത്. അപ്പൊ ഇനി എന്തായാലും കഥ മറിയാൻ പോകുന്നതേ ഉള്ളൂ. ഇനി നമ്മുടെ വിജയലക്ഷ്മി വരും, നമ്മുടെ അനാർക്കലി വരും, എന്താ പറയാ രാധിക, ഇവരൊക്കെ ആയിട്ട് കണ്ടുകൊണ്ടുന്ന രംഗങ്ങളും ഇവരൊക്കെ ആ ഒരു പക പോകുന്ന നിമിഷങ്ങളും പോരാത്തതിന് നമ്മുടെ ഭദ്രൻ മരിച്ച ഒരു സംഭവമൊക്കെ ഇനി നമ്മുടെ ഗീതവും ഗോവിന്ദും ഒക്കെ അറിയാൻ പോകുന്നതേ ഉള്ളൂ അല്ലെ. അപ്പൊ അതിന് പിന്നിൽ രാധികയാണെന്നൊക്കെ അറിയുമ്പോൾ നമ്മുടെ ഗീതു പിന്നെ നമ്മുടെ രാധിക അമ്മയെ വെച്ചേക്കാളും മടിക്കില്ല അല്ലെ. അപ്പൊ എന്തായാലും കാത്തിരുന്നതിനെ കാണാട്ടോ. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.